ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഒരിക്കലും നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ കിട്ടുന്നൊരു സാധനമല്ല. ഇറ്റ് ഈസ് എ സംതിങ് വി വാണ്ട് ടു ബിൽഡ്. നമുക്ക് സ്വയം ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ കോൺഫിഡൻസ് ഇല്ലാത്ത ഏതൊരാളെയും ഈ 3 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഐ എം 100% ഗ്യാരണ്ടി. സോ ഒന്നാമത്തെ റൂളാണ് കീപ് പ്രോമിസ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ വാഗ്ദാനങ്ങൾ നൽകുക. എങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ ഇന്ന് രാവിലെ ഞാൻ കൃത്യസമയത്ത് ഉറക്കം എണീക്കും. ഇന്ന് ഞാൻ 6 മണിക്ക് തന്നെ ഉറക്കം എണീച്ചിരിക്കും. ഇന്ന് ഞാൻ 8 മണിക്ക് കുളിച്ചിരിക്കും. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഞാൻ പഠിച്ചിരിക്കും. അല്ലെങ്കിൽ ഇന്ന് 5 മണിക്ക് ഞാൻ കളിക്കാൻ പോയിരിക്കും. നിങ്ങൾ തന്നെ പ്രോമിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. സോ കോൺഫിഡൻസ് എന്നത് ഒരിക്കലും പുറത്തുനിന്ന് വരുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ നമ്മളിലേക്ക് എത്ര പ്രോമിസുകൾ കൊടുത്തുകൊണ്ടിരിക്കും, നമുക്ക് നമ്മളിലേക്കുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പലരും പ്രോമിസുകൾ കൊടുക്കുന്നു. നിങ്ങളും കൊടുത്തിട്ടുള്ളവരായിരിക്കും. ഇന്ന് ഞാൻ ഈ കാര്യം ചെയ്യും, നാളെ ഞാൻ ആ കാര്യം ചെയ്യും. പല പ്രോമിസുകളും നിങ്ങളിൽ തന്നെ കൊടുക്കുന്നവരാണ്. പക്ഷേ നിങ്ങളത് എപ്പോഴെങ്കിലും പല സാഹചര്യങ്ങൾ നമുക്കത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആപ്ലിക്കബിൾ ആക്കാനേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഒരു പ്രോമിസുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ കൊടുക്കുന്ന പ്രോമിസുകളെ പരമാവധി നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ബ്രേക്ക് ചെയ്യുന്നു അത്രത്തോളം ട്രസ്റ്റ് നമ്മളിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നു. സോ റൂൾ നമ്പർ 2 ഈസ് ടേക്ക് സ്മാൾ റിസ്ക്. നമ്മൾ ഓരോ ദിവസവും ചെറിയ ടാസ്കുകൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻസ് കുറവായിട്ടുള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നമാണ് ആൾക്കാരോട് സംസാരിക്കാനുള്ള പേടി. സോ പുതിയ ഒരാളെ കണ്ടുപിടിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ പുതിയ ഒരു സ്കില്ല് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ച സ്കില്ല് ഞാൻ പറയാം. സോ എനിക്ക് എഡിറ്റിങ്ങിൽ ഒരക്ഷരം പോലും അറിയാത്തനായിരുന്നു ഞാൻ. സോ ഞാൻ ഈ റിസ്ക് എടുത്ത് എഡിറ്റിങ് 2-3 ആഴ്ച എടുത്ത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സോ എന്നെക്കൊണ്ട് ഇത് പറ്റുന്നു. സോ എവരി സ്മാൾ വിൽ ടെൽ അസ് അവർ ബ്രെയിൻ വി ക്യാൻ ഡൂ ദിസ്. ഓരോ ചെറിയ റിസ്കുകൾ നമ്മളെ മൈൻഡിനെ അത്രത്തോളം ഷാർപ്പാക്കും, നമ്മളെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന ഉള്ള ഒരു വൈബ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കും. സോ ആ സൃഷ്ടിക്കുന്ന കോൺഫിഡൻസ് നാളെ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുറത്ത് വരും. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ടേക്ക് സ്മാൾ റിസ്ക് ഇൻ യുവർ ലൈഫ്. ദിസ് ഈസ് അവർ ഫൈനൽ റൂൾ. സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ. മറ്റുള്ളവർ നിന്നെ പറ്റിയോ നമ്മളെ പറ്റിയോ എന്ത് പറയുമെന്നുള്ള പേടി, ആ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. സോ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ മറ്റാരുടെ സമ്മതമോ ഒരു വാക്കോ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ആരോട് സംസാരിച്ച്, ഞാൻ ഇനിയിപ്പോൾ എഡിറ്റിംഗ് ചെയ്ത്, ഞാൻ ഇനിയിപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ ചെയ്ത്, ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്, ആൾക്കാർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? സോ നമ്മൾ ഈ വാലിഡേഷൻ, മറ്റുള്ളവരുടെ അപ്രൂവൽ നമ്മൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ പെർമിഷൻ, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ ജേണി നടക്കുമ്പോൾ 8-9 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ 2014 ഞാൻ ഉണ്ടാക്കിയത്. സോ അന്ന് ഞാൻ എന്തൊക്കെയോ ഒരു ടെക് കണ്ടൻറ് വീഡിയോ കേട്ട് ആൾക്കാർ കളിയാക്കി. സോ ആ ഒരു പേടിയിൽ, ആൾക്കാർ എന്ത് വിചാരിക്കുന്ന പേടിയിൽ ഞാൻ ചെയ്യായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ കൂടെ തുടങ്ങിയവർക്ക് ഇന്ന് പല നിലയിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ 2 റൂളുകൾ പറഞ്ഞല്ലോ, ഈ 2 റൂളുകൾ നമ്മൾ ചെയ്തിട്ട് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. സോ നമ്മൾ ഇത്രയും നാളും വർക്ക് ചെയ്തത് വെറുതെ ആകുമെന്ന് ഒറ്റ വാക്കി പറയുന്നത് വെറുതെ ആകും. സോ സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ. നിങ്ങൾ ഈ 3 റൂളുകളും ഫോളോ ചെയ്യുക. സോ ഞാൻ ഇത്രയും പറഞ്ഞ കണ്ടൻറ്റുകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റുകൾക്ക്, സോ ഇതുപോലത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടൻറ്റുകൾക്ക് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ. സോ ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് 3 റൂൾസ്. സോ ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, സോ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ കഴിയും. സോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.